what we will do now? I don't know why. I don't know. Oh, so tired. I guess you are 25 or 26. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ട്രെയിനിൽ നിന്നാണ് കേട്ടോ. ട്രെയിനിൽ നിന്ന് ഇവിടെ നിന്നല്ലേ. ഞാനിപ്പോൾ സിയോളിൽ നിന്ന് ഞാനും നമ്മുടെ എമ്മിക്കുട്ടിയും കൂടെ ബുസാനിലോട്ട് വന്നിട്ടുണ്ട്. ബുസാനിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ യാത്രയാണ് കേട്ടോ. ബുസാനിൽ വന്നത് ബുസാനിൽ കറങ്ങാൻ. സോറി, ബുസാനിൽ ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി കറങ്ങാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ട്രെയിൻ എടുത്തിട്ട് ബുസാനിൽ വന്നു. സോറി, ഇവിടെ ആളുകളുടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് പറയണമെന്ന് പോലും കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ആൾക്കാരൊന്നും പോട്ടെ. 열차 내 승객께서는 항문 뚜껑 없이 회사에 주시기 바랍니다. 다들 안내 말씀드립니다. 우리에서는 오늘의 열차 운행을 모두 마치고 차량 기지로 입고하는. ഓക്കെ, അതായത് ഞാൻ സോളിൽ നിന്ന് ബുസാനിലോട്ട് ട്രെയിൻ എടുത്ത് വന്നു. ഇനി ബുസാനിൽ നിന്ന് വെളുപ്പാങ്കാലത്ത്, ഇപ്പോൾ പാതിരാത്രിയായി, വെളുപ്പാങ്കാലത്ത് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. വിയറ്റ്നാമിലോട്ടാണ് പോകുന്നത്. വിയറ്റ്നാമിൽ ഹനോയിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം ട്രെയിനിൽ നിന്ന് ഇറങ്ങട്ടെ. ഈ കാണുന്നതായിരുന്നു നമ്മൾ വന്ന ഒരു ഫാസ്റ്റ് ട്രെയിൻ. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ബുസാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ആൻഡ് ഇതാണ് നമ്മുടെ എമ്മിക്കുട്ടി എനിക്ക് വേണ്ടി ചൈനയിൽ നിന്ന് ഹോങ്കോങ്ങിൽ നിന്ന് ഒരു ബാഗ് വാങ്ങിച്ചു വെച്ചു കേട്ടോ. 1 മാസം കഴിഞ്ഞു കേട്ടോ. അതെനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടുവന്നു. അത് ആക്ച്വലി എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ്, കുറേ ബാഗ് ഫോട്ടോ അയച്ചിട്ട്, മാഹിൻ ഏത് ബാഗാണ് കൊള്ളാമെന്നുള്ളതെന്ന്. എന്നിട്ട് അവൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി, അവൾക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ കളർ കൊള്ളാമെന്ന് എനിക്ക് ചേരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് നോക്കിയപ്പം ആ ബാഗ് അവിടെ ഇരിക്കും. എന്നിട്ട് പറഞ്ഞ് അത് എനിക്കാണെന്നാ കേട്ടോ. Let's go. Shabi. Let's go. Not Shabi. Let's go. Only let's go. Let's go. Shabi. Shabi Mahan. You are Shabi. Shabi Mahan. Let's go. I very miss you. Let's go. What? I very miss you. Shabi Mahan. You will what? Yeah? You will what? Miss you. Oh, our flight. Hey, Habibi. Oh, നമ്മൾ ആക്ച്വലി വിയറ്റ്നാമിൽ ഇവൾക്ക് എൻ്റെ കൂടെ വരണമെന്ന് കേട്ടോ. ഞാൻ കൊറിയ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഉടനെ മെസ്സേജ് ഇട്ട് പറയാം എനിക്കും കൊറിയ വരണമെന്ന്. അങ്ങനെയാണ് കൊറിയ വന്നത്. എന്നിട്ട് ഞാൻ വിയറ്റ്നാമിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്കും വിയറ്റ്നാം വരണമെന്ന് നിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ സെയിം എടുത്ത് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു. പക്ഷേ നാളെ ഡേറ്റിന് അവൾ എടുത്തു. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടുള്ള നാളത്തെ ഡേറ്റിനാണ് എടുത്തത്. അപ്പോൾ തെറ്റിപ്പോയി. പിന്നെ വീണ്ടും നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ആ കറക്റ്റ് ടൈമിനുള്ളതില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ 8 മണിക്ക് ഫ്ലൈറ്റ് കയറും. നമ്മുടെ ഷാബിക്കുട്ടി എമ്മിക്കുട്ടി 8:30 ഫ്ലൈറ്റ് കയറും. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എയർപോർട്ട് പോകണമെന്ന് നോക്കട്ടെ. ഇനി സിറ്റി ഒന്നും കറങ്ങാനില്ല. പാതിരാത്രി 1 മണിയായിട്ടോ. ഇനി നേരെ എയർപോർട്ടിൽ പോയിട്ട് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റ് ഭാഗം. ഇതാണ് കേട്ടോ ബുസാൻ ആക്ച്വലി അടിപൊളിയാണ്. കറങ്ങാൻ വരുന്നവർ നല്ലപോലെ കറങ്ങണം കേട്ടോ. ഞാൻ നല്ലതുപോലെ എനിക്ക് കറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. എനിക്ക് നല്ലതുപോലെ വന്നിട്ട് ലെറ്റ്സ് ഗോ എയർപോർട്ട്. Yeah, let's go. Let's go. Yeah, you didn't finish my hug. നേപ്പാളുകാരാണ് കേട്ടോ. കുറേ നേപ്പാളുകാർ ഇവിടെ ഉണ്ട്. ഒരുത്തൻ ഞാൻ കേരള എന്ന് പറഞ്ഞപ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ. ഷവി അടിപൊളി കേട്ടോ. ഇവിടുത്തെ സൺ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അടിപൊളി മഴ. പുറത്ത് ഫുള്ള് നല്ല മഴയാണ്. ഇവിടെ നല്ല രസമുള്ള പടങ്ങൾ കേട്ടോ. ഇവർ വരച്ച് പ്രദർശിപ്പിച്ച് അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ നല്ല കുളിരുള്ള മഴ കേട്ടോ. ഒരു ചേച്ചി ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. മഴ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ പാതിരാത്രി ടാക്സി പിടിച്ച് എയർപോർട്ടിൽ വന്നു. എയർപോർട്ട് ഇവിടെ ക്ലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വെളുപ്പാങ്കാലത്ത് 4:30 തുറക്കോളൂ തോന്നുന്നു. അയ്യോ, പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി എന്തോ ട്രാൻസ്ലേറ്റ് ആണ്. ഇവിടെ എയർപോർട്ട് ക്ലോസ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ എന്തൊക്കെയാ ഇവിടെ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യണം നോക്കട്ടെ. 1층에 대기실이 있어요.
ഈസ് ദർ എ വെയിറ്റിംഗ് റൂം ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. നമ്മൾ അവസാനം ഇവിടുത്തെ ഒരു വിശ്രമ കേന്ദ്രത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എൻ്റെ മൊസ്കിറ്റോ നെറ്റ് വാങ്ങിച്ചിട്ട് അതിട്ടൊക്കെയാണ് ഞാനിവിടെ വേണ്ടേ തൽക്കാലം തറയിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വേറെ വഴിയൊന്നുമില്ല. കൊതുകൊടി കേട്ടോ, ഫുള്ള് കൊതുകൊടി. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കിടന്ന് ഉറങ്ങി. അവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്, വെയിറ്റിംഗ് ഏരിയയിൽ. ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ എണീറ്റു. നമ്മൾ ഹനോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് വിയറ്റ്നാമിലെ ഹനോയിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ ജെറ്റ് എയർ ആണ് കേട്ടോ. വിയറ്റ്നാമിൻ്റെ ഒരു ഫ്ലൈറ്റാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള വിയറ്റ്നാമീസ് ഒരു ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ബാഗേജ് നമുക്ക് ഇത്രയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം വീണ്ടും എന്തെങ്കിലും വാങ്ങേണ്ടി വരും കേട്ടോ. കാരണം ഇത്രയും നമുക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയില്ല. ലാസ്റ്റ് 1 വർഷം എന്തോ പോയപ്പോൾ അവൾക്ക് വിസ എന്തോ വേണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും വിസ വേണ്ടാന്ന് പറഞ്ഞ് എയർപോർട്ടിൽ കയറി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും നോക്കാതെ ഇപ്പം ലാസ്റ്റ് എയർപോർട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞ് വിസ എവിടെയെന്ന് ചോദിച്ച് ലാസ്റ്റ് പെട്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് അവൾക്ക് വിസ അപ്ലൈ ചെയ്യുക. സാധാരണ വിസ അപ്ലൈ ചെയ്താൽ 4 ദിവസം എടുക്കും കേട്ടോ കിട്ടാനായിട്ട്. ഇപ്പോൾ തൽക്കാലം പറഞ്ഞ് അവർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ബാക്കി കാര്യം നോക്കാമെന്ന് പറഞ്ഞു. തൽക്കാലം ഇതിനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ. Om Namah Shivaya. യെസ്, ഓം നമ ശിവായ. അള്ളാഹ്ക്കറിയാം എല്ലാം ഓക്കെ ആവുന്നത്. നമ്മൾ ഫീ ഒക്കെ അടച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാക്കര ഇ വിസ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് അടിച്ചു. ഇൻഫർമേഷൻ ബാക്കിയെല്ലാം കറക്റ്റ് അടിച്ചു. ബാക്കി പിന്നെ തോന്നിയത് വാലാകോല നീലാണ്ടാന്ന് അടിച്ചിട്ട് അതിൻ്റെ പുള്ളിക്കാരൻ്റെ കൊടുത്തിരിക്കും. പുള്ളി റിവ്യൂ ചെയ്യാം. പ്ലീസ്. അയ്യോ, പുള്ളിക്കാരൻ ഫോൺ കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ or you go China? Now. Yeah. Now go China. If no, China. അയ്യോ വാങ്ങട്ടോ. കിട്ടണം. അവസാനം ഞാൻ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് ഞാനിനി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ഷാബി, ഐ ആം വെരി സാഡ്. Me too. I'm so sad. What we will do now? I don't know why. I don't know. ശോകം കേട്ടോ. എന്തൊരവസ്ഥ, എന്ത് തിരക്കാ ഇവിടെ. എൻ്റെ അമ്മ, ഇവിടുത്തെ തിരക്ക് നോക്കിക്കേ. Oh no. It's first time. Why you didn't apply for visa before? I don't know. You don't know. പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് വിയറ്റ്നാം പോകണമെന്ന് എന്താ പറയുക മനസ്സിലൊക്കെ വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് പ്ലാന് ചേഞ്ച് ചെയ്ത് ഒറ്റയ്ക്കാകുമ്പോൾ പെട്ടെന്ന് എന്തോ പോലെ കേട്ടോ. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഭയങ്കര പാടാട്ടോ. ഷാബി, Sad. Why I can't go to with you? I will meet you some other time maybe. എന്ത് കഷ്ടമല്ലേ, ഇത്രയും പാടോട്ട് പാവം കേട്ടോ. അതും ഫ്ലൈറ്റ് മാറിപ്പോയി, വീണ്ടും അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ കുറേ ഉണ്ടായിട്ടും ലാസ്റ്റ് ഇങ്ങനെ പറ്റി കേട്ടോ. എന്താവസ്ഥ. അവളുടെ മിസ്റ്റേക്കാണ്. അവൾ ആക്ച്വലി വിസ നോക്കിയില്ല. മുമ്പ് പോയതിൻ്റെ ഇത് വെച്ചിട്ട് അവൾ വന്നതാണ് കേട്ടോ. ഞാനും അത് നോക്കിയില്ല കേട്ടോ. ഞാനും അത് ഓർത്തില്ല കേട്ടോ അവളുടെ കാര്യം ഒന്ന് നോക്കാനായിട്ട്. ഷാബി, Ania. see you See you. next time. See you. Okay? Okay. ഞാൻ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. ഇന്നലെ നല്ല ഉറങ്ങാൻ പറ്റിയില്ല രാത്രി. ഫ്ലൈറ്റിലല്ല, സോറി. ഞാൻ ബോർഡിംഗ് ഗേറ്റിൽ കിടന്ന് ഉറങ്ങി. ഭാഗ്യത്തിന് നല്ല മഴ കേട്ടോ. പുറത്ത് നല്ല മഴ കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വിയറ്റ്നാം എയർലൈനാണ് കേട്ടോ. നമുക്ക് അവിടെ കാണാൻ പുറത്ത് ഫുള്ള് മഴ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കൊന്ന് മഴ ആയതുകൊണ്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 1.5 മണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. പുറത്ത് നല്ല മഴ കേട്ടോ. അതോ ഈ കാണുന്നതാണ് നമ്മുടെ ജെറ്റ്. ഈ കാണുന്ന എയർലൈനാണ് ഞാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഇതിലൂടെ വെള്ളമൊക്കെ ലീക്കാവുന്നുണ്ടല്ലോ. ഓക്കെ. എനിക്ക് എൻ്റെ ഇവിടെ സീറ്റിൽ ആരുമില്ല കേട്ടോ. ഫുൾ എംപ്റ്റി ആണല്ലോ എൻ്റെ സീറ്റ്. അയ്യോ, നല്ല മഴ കേട്ടോ. നല്ല മഴ. എൻ്റെ പ്ലാനെല്ലാം മുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് അറിയില്ല.
എം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ആക്ച്വലി സാധാരണ ഒറ്റയ്ക്ക് ചെയ്യാറില്ല. എനിക്കെന്തോ ഒറ്റയ്ക്ക് അങ്ങനെ സൈറ്റ് സീയിങ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആരുടെ കൂടെയെങ്കിലും ഏതെങ്കിലും ഫാമിലീസിൻ്റെ കൂടെയോ ഏതെങ്കിലും വ്യക്തികളുടെ കൂടെയോ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ എം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വേറെ ഫ്രണ്ട്സുകളാരെയും കണക്ട് ചെയ്തില്ല, ഒരു കൗച്ച് സർഫിങ് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. പെട്ടെന്നായപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി. ഇല്ല, ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തു. ഇപ്പം എനിക്ക് ഹോട്ടലിൽ ചെയ്യാനും ഒരു മൂഡില്ല കേട്ടോ. ഒറ്റയ്ക്ക് എനിക്ക് ആക്ച്വലി പ്രൈവസി ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ നമ്മുടെ വിയറ്റ് ജെറ്റ് എയർ എന്ന് പറയുന്ന വിമാനത്തിലാണ് കേട്ടോ പറക്കാനായിട്ട് പോകുന്നത്. ടർബുലൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഈ റൂട്ട് ഭയങ്കര ടർബുലൻസാണ്. നമ്മളങ്ങനെ ഹനോയിയുടെ മുകളിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന താഴ്ഭാഗങ്ങളിലാണ് നമ്മുടെ ഹനോയിയും നമ്മുടെ പാടങ്ങളും കണ്ടില്ലേ, ഫുള്ള് കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ. ഫൈനലി അവസാനം നമ്മുടെ ഹനോയിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂട്. ഈ കാണുന്ന വിയറ്റ് ജെറ്റിലാണ് നമ്മൾ വന്നത്. നല്ല ചൂട് കേട്ടോ അത്. അങ്ങനെ നമ്മൾ വിയറ്റ്നാം എയർപോർട്ടിൻ്റെ താഴെ വിയറ്റ്നാമിൽ കാലുകുത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത രാജ്യമാണ് വിയറ്റ്നാം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വിയറ്റ്നാം വരുന്നവർക്ക് വേണ്ടിയാണ്. നമുക്ക് ഓൾറെഡി വിസ എടുത്തിട്ട് വേണം വരാനായിട്ടോ. ഈ വിസ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വിസ ഓൺ അറൈവലൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഓൾറെഡി ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. ഏകദേശം ഒരു 4-5 ദിവസം എടുക്കും കേട്ടോ. ചിലപ്പം 3 ദിവസമൊക്കെ എടുക്കും. മിനിമം ഒരു 4 ദിവസം ആവറേജ് എടുക്കുന്നതാണ് ഈ വിസ അക്സെപ്റ്റ് ആവാൻ. $25. $25 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 2,800 രൂപയുടെ അകത്തൊക്കെയാണ് കേട്ടോ. അവസാനം ഈ വിസ എല്ലാം സംഭവങ്ങളും നമ്മുടെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. ഈ വിസ ഉണ്ടായിരുന്നു. ഈ വിസ ചോദിച്ചു പോലില്ല. അവർ പാസ്പോർട്ട് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ വിസ അധികം വന്നു തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഒന്നും ചോദിച്ചില്ല. അവർ സ്റ്റാമ്പ് അടിച്ച് വിട്ടു തന്നു. ഇത് നമ്മുടെ ബാഗേജ് സൈറ്റ്, നമ്മുടെ ടെർമിനലിൻ്റെ ഭാഗമാണ്. ബാഗേജ് ഒന്നും എനിക്ക് എടുക്കാനില്ല. ഞാനെല്ലാം ഇതാണ്ടേ ഓൾറെഡി ഒറ്റ എന്താ പറയുക ഹാൻഡ് ലഗേജേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് 7 കിലോ ആണ്. ഈ ലഗേജിന് തന്നെ ഒരു 12 കിലോ ഉണ്ട്. പിന്നെ ഈ 2 ലഗേജ് ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് സഹായിക്കും, ഒന്ന് കയറ്റി വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളിക്കാർ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇതിന് പൈസ അടയ്ക്കേണ്ടി വന്നതിനാ. അപ്പോൾ ഇനി എൻ്റെ പ്ലാന് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല കേട്ടോ. പ്ലാനുകൾ ഇനി വേണം ഉണ്ടാക്കാൻ. ഇതുവരെയൊക്കെയായിട്ട് എന്ത് ചെയ്യണം, എവിടെ പോകണം, ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാനിപ്പോൾ നാണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കട്ടെ. സിം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കണം. ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിലും നല്ലതാണ് വൈഫൈ കിട്ടിയാൽ. കാരണം പുറത്തായിരിക്കും ഏറ്റവും ചീപ്പ് ഇവിടെ നിന്ന് എടുക്കുന്നതിനെ കാട്ടി. നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ
അവരുടെ ഫാമിലീസിനെ സംഭവത്തിനെയൊക്കെ വിളിക്കാൻ വേണ്ടി ഇവിടെ പൂവൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്ത് ഭാഗത്തുള്ള ഇതാണ്. പല ആൾക്കാരും അവരെയൊക്കെ വിളിക്കാൻ വന്നു, എന്നെ ആരും വിളിക്കാനുമില്ല, ഒന്നിനുമില്ല. ഞാൻ ബസ് ഇവിടെ എവിടെ ഉണ്ടെന്ന് കേട്ടു. ആ ബസ്സിൽ കയറിപ്പോട്ടെ. ഞാൻ മാപ്പിൽ കണ്ടതാണ് കേട്ടോ, ഗൂഗിൾ മാപ്പിൽ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ബസ് സിറ്റിയിലോട്ട് പോകാനായിട്ടുള്ള ബസ്. ഇനി ബസ്സിൽ കയറി പോകാനുള്ള പ്ലാൻ. നോ സർ. Exit? Zidway. That's a bus? Yes. It's go to city? Yes. Back 86. Zidway. Straight. 100 meter. ഓക്കെ താങ്ക് യു. ഈ കാണുന്ന ബസ്സാണ് കേട്ടോ നമുക്ക് സിറ്റിയിലോട്ട് പോകുന്നത്. 86 എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഈ ഒരു അവസാന ഭാഗത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഉള്ളിലോട്ട് കയറട്ടെ. കാർഡ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നോ? ഓൾറെഡി ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ബസ് എടുത്തു. ബസ്സിൽ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സിം എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഭാഗ്യമുണ്ട്. ഏകദേശം 150 രൂപ അടുപ്പിച്ചാണ് ബസ്സിലായത്. ഞാനത് കാർഡ് വെച്ചിട്ട് പേ ചെയ്തു. എനിക്ക് ഒന്ന് ടാക്സി 150 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 45,000 രൂപയാണ് കേട്ടോ. 45,000 രൂപയാണ് ഇവിടുത്തെ ആയത്. നമ്മുടെ വിയറ്റ്നാം എന്ന് പറയുന്നത് ഒരു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റാണ് കേട്ടോ. അതായത് ഒറ്റ പാർട്ടി ഒറ്റ സംവിധാനമായിട്ടുള്ള സ്റ്റേറ്റാണ്. ഇവിടെ കണ്ടില്ലേ, റോഡൊക്കെ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ധാരാളം ആളുകൾ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ബൈക്കാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നത്. പിന്നെ ധാരാളം ടൂറിസ്റ്റുകൾ, വിയറ്റ്നാമിൽ വന്ന ടൂറിസ്റ്റുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1 ലക്ഷമൊക്കെ കൊടുത്തിട്ട് അവർ ബൈക്ക് ഒരു ദിവസത്തിനൊക്കെ റെൻ്റ് എടുക്കും. ഒരു ദിവസത്തിന് 1 ലക്ഷം എന്നുള്ള രീതിയിൽ. എന്നിട്ട് അത് വെച്ചിട്ട് അവർ എന്താ പറയുക പലയിടങ്ങളിലും സ്വന്തമായിട്ട് കറങ്ങും. അത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ വിയറ്റ്നാമിൽ. സ്പെഷ്യലി ഈ മലകൾ ഭാഗങ്ങൾ. ഇത് ബസ്സിൻ്റെ ഒരു വഴിയാണ് കേട്ടോ. ഈ നടുക്കൂടുള്ള ഭാഗം ബസ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പോഴത്തെ അതേസമയം നിങ്ങൾക്ക് റോഡ് കാണാൻ സാധിക്കും 2 ഭാഗത്തായിട്ട്. നമ്മുടെ ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ബൈക്ക് ടാക്സി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നമുക്ക് ബസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് വേറെ വലിയ പ്രശ്നമില്ല. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലും ചൂടും നല്ലതുപോലെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ബസ് സ്റ്റോപ്പാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു എന്നാൽ എനിക്ക് ഹോട്ടലുണ്ട്. ഹോട്ടൽ ഇനി പൈസ തിരിച്ചിടാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്താൽ എൻ്റെ പൈസ പോകും. പക്ഷേ ഹോട്ടലിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 350 ഇന്ത്യൻ രൂപയാണ്. 350 രൂപ വെറുതെ പോകും. അപ്പോൾ ഞാൻ പോട്ടെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ബോറടിച്ച് ഹോട്ടലിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൗസർഫിംഗിൽ റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ഒരാൾ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് എൻ്റെ ഹോസ്റ്റിൻ്റെ അങ്ങോട്ട് ഞാൻ പോവുകയാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഈ ചൂടത്ത് ഇതുപോലെ മുഖവും ദേഹവും മുഴുവൻ കവർ ചെയ്യുന്ന ഉടുപ്പൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് ബസ്സാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെയും ഇലക്ട്രിക് ബസ് കണ്ടില്ലേ, ഇവരൊക്കെ കവർ ചെയ്തിരിക്കുന്നുണ്ടോ മുഴുവനായിട്ട്. ഫുള്ള് നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഹനോയി ഭാഗത്തോട്ട് കണ്ട് ഇവരുടെ തൊപ്പി കണ്ടില്ലേ, ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തൊപ്പി. നമ്മുടെ മ്യാൻമറിലൊക്കെ ഈ ടൈപ്പ് തൊപ്പിയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു തൊപ്പി വാങ്ങിച്ചിട്ട് പോകണം. ഞാൻ ആകെ കുറച്ച് ദിവസം ഇവിടെ എന്തായാലും സ്റ്റേ ആവുള്ളാവും. സോറി, ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയപ്പോൾ 10,000 കൊടുക്കണം. 10,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 32 രൂപ. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. കാർഡ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാർഡില്ല. പിന്നെ അവസാനം അവരെന്തൊക്കെ പറഞ്ഞിട്ട് പാവം അവരെനിക്ക് ടിക്കറ്റ് തന്നു കേട്ടോ. കേട്ടോ, താങ്ക് യു. ഡ്രൈവറാണ് കേട്ടോ. അവർ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ടിക്കറ്റ് തന്നിട്ട് പോയി. Free for you. Free for me? No, free for you only. Oh. The first time to came in Vietnam. First? The first time came in Hanoi. Oh, that's right. Okay, thank you so much. How do I say thank you in your language? Cảm ơn. Come on. Cảm ơn. You must say that thank you. Come on, come on. Hello, come on, come on. Thank you, come on. കേട്ടോ, അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇതാണ് ബെസ്റ്റ് ടിക്കറ്റ്. എനിക്കൊന്ന് ഹോസ്റ്റലിൻ്റെ അവിടെ പോയിട്ടൊന്ന് ബാഗ് വെച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേണം എനിക്കിനി പോയി പൈസ എക്സ്ചേഞ്ച് ചെയ്യാനും സംഭവം. ഞാൻ എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാത്തതിൻ്റെ കാരണം എയർപോർട്ടിൽ അത്രയും നല്ല ഇത് കിട്ടൂല കേട്ടോ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്നത്. ചെറിയ അവസ്ഥയാണ്. എല്ലാവരും ആണുങ്ങൾ വലിയ പർദ്ദയൊന്നും ഇട്ടിട്ടില്ല. പെണ്ണുങ്ങൾ സ്ത്രീകൾ ഫുള്ള് പർദ്ദയൊക്കെ മൂടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ഈ ചൂടത്തും അവർക്ക് പ്രധാനം എന്ന് പറയുമ്പോൾ സ്കിൻ കെയർ ആണ്. ടാനൊന്നും അടിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. എനിക്കൊരു മ്യാൻമറിൻ്റെ ചെറിയൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ.
നല്ല രസമുണ്ട്. അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും കാണാനായിട്ടൊക്കെ സാധിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. എൻ്റെ ഹോസ്റ്റ് പറഞ്ഞു അവിടെ എന്തോ ഭക്ഷണമൊക്കെ ഉണ്ട്. രാവിലെ എത്തിയിരിക്കുന്നെങ്കിൽ അവരുടെ ബുദ്ധ ആരാധനയിലൊക്കെ പങ്കെടുക്കായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അവരുടെ എന്തോ ആരാധന എന്തോ ഉണ്ടായിരുന്നു കേട്ടോ, ബുദ്ധ. എൻ്റെ ഫ്ലൈറ്റ് ആക്ച്വലി 1.5 മണിക്കൂറും 1.25 മണിക്കൂർ എന്തോ ലേറ്റായി. ഞാൻ രാവിലെ എത്തേണ്ടതാണ് കേട്ടോ. ഇവിടുത്തെ 9:30 10:30 എത്തേണ്ടതാണ്. ഇപ്പോൾ എല്ലാം കൂടെ 2:45 മണിയായി കേട്ടോ. ഇവിടെ റോഡിൽ ഈ ഭാഗത്തെല്ലാം പരസ്യങ്ങളും ഗ്രാഫിറ്റിയൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്താണ് എനിക്ക് പോകേണ്ടത്. ദോങ് നോ തുയ് എന്നാണ് കേട്ടല്ലോ എൻ്റെ സുഹൃത്തിൻ്റെ പേരും. അപ്പോൾ അറിയില്ല, നോക്കട്ടെ. നല്ല ചൂട് കേട്ടോ. ഹലോ, എനിക്ക് പോകേണ്ടത് ടൊള്ളിയാണ് കേട്ടോ. ഇത് 2A ടൊള്ളി. എനിക്കൊന്ന് കുറച്ച് നടക്കണമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ ഭാഗമെല്ലാം. ഇവിടെ നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഒരു ഫ്ലാഗാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഫ്ലാഗ്. നടുക്കൊരു സ്റ്റാർ. അടിപൊളി കേട്ടോ, നല്ല സ്ഥലം. ട്രോപ്പിക്കലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മുടെ ചക്കയാണ് കേട്ടോ. എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് കേട്ടോ. നമ്മുടെ ചക്ക മരം കൊള്ളാം കേട്ടോ. നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. എനിക്കൊരു ചെറിയൊരു ചില ഭാഗങ്ങളിലെ വെസ്റ്റ് ബംഗാളിൻ്റെ ഫീല് അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാ നമ്മുടെ പ്ലാവ് ഇതൊരിക്കലും എത്തിയില്ല കേട്ടോ. ഞാൻ ഈ ബാഗ് കൂടെ നോക്കിയാണ്, എനിക്ക് ഒട്ടും വയ്യ. 12 ഇവിടെയാണല്ലോ, ഇവിടെ ആയിരിക്കണമല്ലോ. കണ്ടില്ലേ, ഇതൊക്കെ വിയറ്റ്നാമിലെ ഭയങ്കര എന്താ പറയുക പ്രസിദ്ധിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ബൈക്കൊക്കെ റെൻ്റ് എടുത്ത് ഇതുപോലുള്ള കുറേ ഇങ്ങനെ തട്ടായിട്ടുള്ള ഫാമിങ് ഏരിയകളൊക്കെ ഉണ്ട്. നല്ല വീടുകളാണ് കേട്ടോ, എല്ലാ വീടുകളും ഇവിടെ. ഹലോ. Hi, how are you? Oh. Easy to find my house? Yeah. You reach high, but as you Now I came by bus. Come How are you? in, yes. Thank you so much. Yeah. Come in, please. Sorry. Oh. Nice talk. Hello. How are you? You can call her Tun Tun. And Boon. Tun and Boon. Oh, nice Mother name. and daughter. Oh, okay. And you are Tui. Yes. Okay. Come in. Nice. Oh, thank you so much. You're welcome. Kusi. How I say thank you? Kusi? Kui? Truy. No, how I say thank you in your language? Kumi. Cảm ơn. Come on. You Come put on. your package here. I guess you are 25 or 26. Yeah, 24. Oh. Yeah. 24 and you travel 70. 85 countries. 86. Up to now, 86. Yeah. By hitchhike. Yeah, by hitchhiking, public transport. Yeah. It's so crazy and terrible. Come on. So up to now, how long have you traveled? This? You are vegetarian or not? Honor? You can eat everything. Not a vegetarian. No vegetarian, but I don't eat pork. Pork? No, No, you don't no eat pork. Yeah. No, it's no pork. This is pork? A little pork. Okay, A this little pork one. with flavor and some ingredient. Okay, but this one? It's all these for vegetarian cake. This already. Rice, Okay. rice and cake. All my friends are for vegetarian. Only this pork. Yes. Okay, so I eat this. Thank you. Nice. Come on. Cảm ơn. Come on. I host you because of my curate. Okay. It's so amazing when you. So I just wonder. Yeah. Oh, I'm so hungry. Yes. Yeah. I know. I put it here Yes. Yeah. like this. Okay. And then we eat with rich Like together. this? Yes. Oh, it's jelly. Yeah. Okay. Like a jelly. Now More. I eat More. more. Yes. Then I mix it? Mix together. And Oh. kiss. കൊള്ളാം കേട്ടോ, എന്തൊക്കെയാ ഭക്ഷണം. Wow. To pray they are Buddhist. Oh, today there was a prayer day. This is coconut. Okay. Or this you try this, yeah?
I put it here. No. Different. കൊള്ളാം, കുഴപ്പമില്ല. വേറെ ടേസ്റ്റ് വല്ല തോന്നുന്നെങ്കിൽ അങ്ങ് കഴിച്ചാൽ മതി. ഐ സ്പീക്ക്, ദിസ് ഈസ് മൈ ലാംഗ്വേജ്. ഐ സേ ഹലോ, ഞാൻ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഇതെന്റെ ഹോസ്റ്റ്, ഇത് തുയാണ് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. തുയി എനിക്ക് ഭക്ഷണം തന്നിരിക്കുന്നു. ദിസ് ഈസ് മൈ ലാംഗ്വേജ്. I know. Good language? It's Indian language. Yeah, it's in south part. South. No Hindi. You know Hindi? No, I know. Yeah, my language no Hindi. This is another language. I like this word. Yeah. To pray the to pray the Buddhist. Almost like കേട്ടോ പുള്ളിക്കാരി എനിക്ക് ഭക്ഷണമൊക്കെ വെച്ചിട്ട് രാവിലെ എന്തോ നേരത്തെ എണീറ്റ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഫീൽ ലൈക്ക് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം എന്ന് പറയാം, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കട്ടിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ പോകാൻ കുറച്ച് കട്ടിയാണ്. തായ് ഭക്ഷണങ്ങൾ നല്ലതാണ്. ചില ആളുകൾക്ക് ഇങ്ങനത്തെ ഈ സ്റ്റിക്കി റൈസ് കാര്യങ്ങളൊന്നും പിടിക്കില്ല. നോർത്ത് ഈസ്റ്റ് പോയാലും നമുക്ക് ഇതുപോലത്തുള്ള ഭക്ഷണമൊക്കെ കാണാൻ പറ്റും കേട്ടോ. പല തരത്തിലുള്ള സാധനങ്ങളാണ്. ഇത് ഇനി ട്രൈ ചെയ്യണം, ഈ സാധനം ഇനി ട്രൈ ചെയ്യണം, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡാണ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഫ്രിഡ്ജിൽ 2-3 എനിക്കൊന്ന് ബീജിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഞാൻ കൊറിയയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ എന്തായാലും ഒട്ടിച്ച് വെക്കണം. പുള്ളിക്കാരിക്ക് ഗിഫ്റ്റായിട്ട് ഇതാണ് കേട്ടോ. അവരുടെ വീട് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇനി മുകളിലോട്ട് കയറട്ടെ. ഞാനങ്ങനെ നട്ട് വെയിലത്ത് ഉള്ള പട്ടി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഇതാ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബസ് കയറി സിറ്റിയിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ ഓടി അയ്യോ എൻ്റെ ബസ് പോയാന്ന് കേട്ടോ. ഇനി സിറ്റി പോയിട്ട് വേണം കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനും സിം എടുക്കാനും. എന്നാൽ മാത്രമേ നെറ്റ് കിട്ടുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പെന്ന് തോന്നുന്നു തന്നെ കേട്ടോ. നല്ല രസമുള്ള ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ. ഇവിടെ കുറച്ച് മരക്കുറ്റികൾ വെച്ചിട്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതാ ഇത് തന്നെ ബസ് സ്റ്റോപ്പ്. കുളന്നുകൊണ്ട് പോകുന്നുണ്ടല്ലേ, പയ്യന്മാർ ബൈക്കിൽ പോകുന്നതാണ് കേട്ടോ. പക്ഷേ റോഡിൻ്റെ നടുക്കുന്ന ഇപ്പം ഇങ്ങനെ പൊക്കിയാണ് പോയത്. ഞാൻ കുറേ നേരമായി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി ലിഫ്റ്റ് അടിച്ചാലേ പറ്റുള്ളൂ. കുറേ നേരമായിട്ട് ബസ്സിലിരിക്കുന്നു. ബസ് ഇതുവരെയായിട്ട് വന്നില്ല. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഉള്ള തിരക്ക് കണ്ടില്ലേ, എന്ത് തിരക്ക്. ഇവിടെ നമ്മുടെ ഓറഞ്ചിൻ്റെ കടയാണ്. ഫുള്ള് അയ്യോ ബൈക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബൈക്കും സാധാരണ ആളുകളുടെ എല്ലാവരുടെ വീട്ടിലും ഒരു ബൈക്കെങ്കിലും മിനിമം ഉണ്ടാവും. പിന്നെ സൈക്കിളുകൾ കുറവാണ് കേട്ടോ. എനിക്കൊന്ന് അടുത്ത ഘട്ടങ്ങളിലായി ബൈക്കുകൾ കൂടുതലായപ്പോൾ സൈക്കിളുകൾ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ. ഞാനിനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഭാഗത്തോട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടാണ് ഇവരുടെ ഡൗൺ ടൗണും ഇവരുടെ ഓൾഡ് സ്ക്വയറൊക്കെ തുടങ്ങുന്നത്. അവിടെയാണ് കേട്ടോ രാത്രി ഭക്ഷണശാലകളും സ്ട്രീറ്റ് ഫുഡുകൾ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും നമ്മുടെ വിയറ്റ്നാമിൻ്റെ ഫ്ലാഗിൻ്റെ കൂടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗാണ് കേട്ടോ. നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫ്ലാഗ് ഇതൊക്കെ കണ്ടില്ലേ. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്നത് പഴയ ഒരു പാലമാണ്. അതിൻ്റെ അടിയിൽ ഇവർ ഫുഡ് കോർട്ട് പോലെ ഇങ്ങനെ നൈറ്റ് ഫുഡ് കോർട്ട് പോലെ ആക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഫുഡ് കോർട്ടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതാണ് ഈ കാണുന്ന ഭാഗത്തായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഒരു നൈറ്റ് മാർക്കറ്റ് ആവുന്നത്. പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെയാണ് കണ്ടില്ലേ ഫുള്ള് പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഇത് രാത്രിയാകുമ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവും. ഇതെല്ലാം കണ്ടോ, ഇവർ ഓരോ തട്ടുകൾ സാധനം കൊണ്ടുവന്നിട്ട് അടുക്കി പറക്കി വയ്ക്കുവാണ്. ഇനി സൺസെറ്റൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോഴാണ് ഇവരുടെ കറക്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റ് മാർക്കറ്റിൻ്റെ വേറൊരു സെൻറ്റർ ഭാഗം ഈ കാണുന്നതാണ്. ഇതുപോലുള്ള ചെറിയ കോഫി ഷോപ്പുകൾ കണ്ട് അവിടെ മുകളിൽ കാണുന്ന ഒരു കോഫി ഷോപ്പുകളില്ലേ, അവിടേക്ക് ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു നല്ലൊരു വൈബ് കേട്ടോ. ആക്ച്വലി വിയറ്റ്നാം ഒറ്റയ്ക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് അധികം എൻജോയ് ചെയ്യാറില്ല ഇങ്ങനെ സിറ്റിയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഒരാൾ കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എമ്മിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു കേട്ടോ. കണ്ടില്ല, ഇവിടെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അത്യാവശ്യം റേറ്റും ഉള്ള കടയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്നത്. കറൻസി ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് $50. $50 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 4000 അത്രയും രൂപ വരുന്നത്. ഞാൻ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 1,01,3 കേട്ടോ. 1.3 മില്യൺ, അതായത് 13 ലക്ഷമാണ് കിട്ടിയത് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ കറൻസിയിൽ 13 ലക്ഷം. നമ്മുടെ നാട്ടിലത്തെ ഒരു 5,000 മാറ്റിയപ്പോൾ 13 ലക്ഷം. ഇവിടെ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടല്ലോ. റെഡ് ചില്ലി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ധാരാളം, ഇവിടെ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലോട്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ തായ് ഭക്ഷണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. പിന്നെ ചൈനീസ് ഭക്ഷണങ്ങൾ, അയ്യോ അത് നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും കേട്ടോ. ചൈനീസ് ഭക്ഷണങ്ങൾ ഇവിടെ കണ്ടില്ലേ. ഇവിടെയും നമ്മുടെ ഒരു ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. Many people die. Many people die. Okay, you can take me if you need any support, okay? ഞാൻ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഐ എം ജസ്റ്റ് ട്രൈങ് ടു മെസ്സേജ് യു. ജസ്റ്റ് 34. ഞാൻ ബസ് നാളെ വേറെ സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ലിഫ്റ്റ് അടിക്കാൻ പറ്റൂല കേട്ടോ. എൻ്റെ ഫുള്ള് സാധനങ്ങൾ വെച്ച് ലിഫ്റ്റ് അടിക്കാൻ പറ്റൂല. അതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. വേറെ ലെവൽ കേട്ടോ. ലൈവ്ലി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സെൻറ്റർ ഭാഗത്തുള്ള സ്ട്രീറ്റ് എന്ന് പറയാനായിട്ട്. ഞാൻ ഇനി സിം വേറെ എവിടെന്നെങ്കിലും പോയി നോക്കട്ടെ, തപ്പട്ടെ. ഇതാ ഈ ഒരു എന്താ പറയുക റെസ്റ്റോറൻ്റൊക്കെ എന്ത് രസമല്ലേ. ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാൻ. അടിപൊളി കേട്ടോ, വേറെ വൈബ്. അതുപോലെ നിങ്ങൾ സിം വല്ലതും ആണെങ്കിൽ ഈ വിയറ്റൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് കേട്ടോ ബെസ്റ്റ്. ആക്ച്വലി അത്യാവശ്യം എല്ലായിടത്തും കവറേജും സംഭവങ്ങളൊക്കെ കിട്ടും. ഞാൻ സിമ്മും കൂടെ എടുക്കാൻ വേണ്ടി വന്നതാണ്. നോക്കട്ടെ എങ്ങനെയാണെന്തോ വിലയൊക്കെ കേട്ടോ. ഇവിടെ നമുക്ക് മാനുവലി തന്നെ ഇവിടെ ഉള്ള മെഷീൻ വെച്ചിട്ട് ആക്ച്വലി സിം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഇവിടെ സ്കാൻ ചെയ്യണം. നോട്ടെ, സ്കാനിങ് ആവുന്നില്ലേ. ഞാനങ്ങനെ സിം കാർഡ് എടുക്കാൻ ഇവരുടെ ഓഫീസിൽ വന്നു. സോറി 170 ആണ് കേട്ടോ. 2 GB ഇൻ്റർനെറ്റ് പെർ ഡേ ഒരു മാസത്തെ. അതായത് ഒരു മാസം 550-600 രൂപ അടുപ്പിച്ച് വരും. എൻ്റെ മോനെ രാത്രിയായി ഞാൻ സിമ്മൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഒരു മാസത്തെ സിമ്മാണ് കേട്ടോ എടുത്തത്. പുറത്ത് എല്ലായിടത്തും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, കൂടുതലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ. പിന്നെ എന്താണ്ട് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ലേക്കുണ്ട്. ഈ ലേക്കിന് ചുറ്റും ആയിട്ടാണ് ഇവരുടെ നമ്മുടെ ഓൾഡ് സിറ്റി ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നതെന്ന്. ഇതാ അടിപൊളി കേട്ടോ, നല്ലൊരു അടിപൊളി ലേക്ക് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ഭക്ഷണം കഴിക്കാനുള്ള കസേരകളാണ് കേട്ടോ ഈ ലേക്കിൻ്റെ അടുത്ത് തന്നെ. അടിപൊളി കേട്ടോ. ഇവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ വിനോദത്തിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറേ എന്താ പറയുക ഇങ്ങനെ കളിക്കുന്ന ചെറിയ സ്കൂട്ടർ സംഭവങ്ങൾ. ഇവിടെ നമ്മുടെ ലേക്കിൻ്റെ നടുക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചുവന്ന ഇത് ലൈറ്റ് വെച്ചിട്ടുള്ള ഇത് ക്രോസ് ചെയ്ത് ആ പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇവിടെ രാത്രി ആയപ്പോഴേക്കും ഇവിടെ മ്യൂസിക്കാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ നൈറ്റ് ലൈഫ് സ്ട്രീറ്റ് ഫുഡ് ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇത് രസമല്ലേ കാണാനായിട്ട്. സ്ട്രീറ്റ് ഫുഡ് മാത്രമല്ല ഇവിടെ ആക്സസറീസ്, ഫാഷൻ ആക്സസറീസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. How are you? You want to book a bus from here to Da Nang, right? Yeah, but can you give me discount? No, I sell cheap very good. Very good. Please. Yeah, this is the cheapest we can offer. Please. Cheapest? Because no, I sell it's very cheap, so I can discount more. This is the beverage you can offer for you. Is that like the seat in the front side? Sorry? Front part? Front. Yes, exactly. Yes, okay, exactly. Very expensive. Very cheap. $500,000. Yes, half $500,000. Actually, for the $500,000. $500,000 in India, we buy big house. Oh, big house. For this big house. Big house. No, it's not small. $500,000 Indian rupees. Oh my God.
Indian rupee, Indian rupee. Yeah, no, this. It's 500 in Vietnam. You can eat some meal Yeah. or drink something just like that. Yeah. Okay, you pay fully. It's your bill, okay? I pay fully, okay? Yeah, pay fully. Okay, let me write here for you. And can you give me the good seat in the front side? Good. Front seat. Francis. Up seat, upper seat. You should go there, and our driver will arrange everything for you. But Okay. I ഞാൻ തൽക്കാലം ഇവിടെ മടുത്തു കേട്ടോ. ഞാൻ നടന്ന് തളർന്നു. ഇതിനിടയിൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ഉത്തരേന്ത്യക്കാരാണ്. ഒന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്നും ഒന്ന് ഒരു രാജസ്ഥാനുകാരനാണ് കേട്ടോ. അവരിങ്ങനെ ഹിച്ചക്ക് ചെയ്ത് കറങ്ങിക്കൊണ്ട് കിടക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ കാണാൻ വേണ്ടി വന്നു. അതുകൊണ്ട് 2 പേരാണ് കേട്ടോ. ഞാൻ അവന്മാരെ പരിചയപ്പെടുത്തി തരാം. കുറച്ച് മാറിയിട്ട് പരിചയപ്പെടുത്തുക. അതാണ്ട് ഒരാൾ ഇവൻ രാജസ്ഥാനിൽ നിന്നും, അതുകൊണ്ട് അവനാണ് കേട്ടോ. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അവനാണ്. ഇതിനിടയിൽ കുറേ ആൾക്കാർ ബുംബും വേണോ വീട് വേണോ, കഞ്ചാവ് വേണോ, സംഭവങ്ങൾ വേണോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഭയങ്കര യങ്സ്റ്റേഴ്സ് നമ്മളെ കാണുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. എൻ്റെ അമ്മ, ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇവിടെ ഭക്ഷണത്തിൻ്റെ സ്ട്രീറ്റ് മാത്രമായിട്ട് ഫുള്ള് കണ്ടില്ലേ. ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഞാൻ. തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ. അവന്മാരെ കണ്ടുകൊണ്ട് പാവം കേട്ടോ. എനിക്ക് വേണ്ടി വന്നതാണ്. ഞാൻ അവർക്ക് ഡിന്നർ വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പുറത്തോട്ട് പോയിട്ട്, ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ പുറത്തോട്ട് പോയിട്ട് ഏതെങ്കിലും ലോക്കൽ ഭക്ഷണമൊക്കെ വാങ്ങാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ ഇവിടെ അവർക്ക് കബാബ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കബാബ് കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ കുറച്ച് ഡ്രിങ്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവർക്ക് വേണ്ടി. आपका नाम क्या था? आशीष फ्रॉम राजस्थान में किधर से है? फ्रॉम राजस्थान अलवर। अलवार इनम। मेरा नाम रिटन है, रिटन खान। मैं वेस्ट बंगाल मालदा जिले से। किधर? वेस्ट बंगाल मालदा जिले से। मालदा। Yes. मालदा में, हाँ मालदा पुल्ली बाबा मालदा एनम अलवा एनम. How is your journey going on? From where did you started? I'm started from Thailand, Laos, and now we are in Vietnam, and then we go China, Mongolia, Russia, Afghanistan, Kazakhstan, Uzbekistan. ये सारा कंट्री करके निकल जाएगा हम वो अफ्रीका की तरफ. अभी देखते हैं, अगर आपकी तरह यूट्यूब पे सपोर्ट मिला तो हम भी आगे ट्रैवल कर पाएंगे. अगर यूट्यूब पे सपोर्ट नहीं मिला तो क्या कर सकेंगे. नहीं, आपको पैशन है तो घूमना पड़ता है. तो पैशन के साथ साथ में अगर आपके पास पैसे नहीं है तो फिर कैसे घूमोगे. पैशन में फिर रखा रहता है. दूसरा जगह से पैसा एर्न करना पड़ता है वो यही तो आपको पैशन के लिए. यही सोच रहे हैं कि पैसे अर्न करने के लिए वहाँ से कोई सोर्स निकालना पड़ेगा. देखते क्या रहता है. बट यूट्यूब से हो जाना चाहिए, क्योंकि थोड़ा बहुत अगर 8-10 हज़ार रुपये निकल रहे हैं यूट्यूब से तो उसमें भी मैनेज हो जाएगा. क्योंकि $3 का भी हम बजट लेके निकल रहे हैं. तो $3 का आप सोच सकते हो कितना लो बजट है. आपका भी बजट लगभग $4-5. मेरा $5 എൻ്റെ $5 കേട്ടോ ഇപ്പം നടക്കുന്നത്. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ തന്നെ പൈസ പോകുന്നത് കണക്കറിയില്ല കേട്ടോ. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. പിന്നെ അവർക്ക് വിശക്കണമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്ത് അവരുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഹോസ്റ്റിൻ്റെ അടുത്ത് പോകണം. आपका यूट्यूब चैनल नाम क्या है? मेरा चैनल का नाम है इट्स रिटन. हाँ, इट्स रिटन. इट्स रिटर्न. ITSRITAN. आपका? नोमेड आशीष 27. Nomad. NOMAD स्पेस ASHISH. वो सर्च कर लेना भाई, सब्सक्राइब भी कर लेना. പാവം കേട്ടോ, 2 ഭായിമാർ പാവം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പാവം ഒന്ന് ബെൽ ബട്ടണൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. പറ്റുമെങ്കിൽ പാവം സന്തോഷമാവട്ടെ അവർക്ക്. അപ്പോൾ ഞാൻ കാരണം അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. ഞാനൊട്ടും വയ്യട്ടോ, എനിക്ക് സോഷ്യൽ സ്കില്ലില്ല. ഇന്ന് ഞാൻ തളർന്നിരുന്നു. ഇതിനിടയിൽ ഞാനൊരു ദിവസം നമ്മുടെ ലേക്കിൻ്റെ അടുത്തിരുന്നപ്പോൾ ഒരു ഫ്രഞ്ച് ഗേളും അവളുടെ അമ്മയും കൂടെ കേട്ടോ. അപ്പോൾ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ തലറങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് ലാംഗ്വേജാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു തുടങ്ങി. പുള്ളിക്കാരി ഈ ഫ്രഞ്ച് ഗേൾ ആക്ച്വലി മഡഗാസ്കറിൻ്റെ അടുത്തുള്ള ഒരു ഐലൻഡ്, ഒരു ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. അല്ല, മൗറീഷ്യസിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഐലൻഡ്. അവിടെ പോയി ജോലി ചെയ്യുമായിരുന്നു 8 വർഷമായിട്ട്. അവിടെ ധാരാളം മലയാളികളും, മലബാർ എന്നാണ് കേട്ടോ പറയുന്നത്, മലബാറുകാരും തമിഴുകാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ തിരുവിതാംകൂർ ടൈപ്പ് ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, പത്മനാഭസ്വാമി ക്ഷേത്രം ടൈപ്പ് ക്ഷേത്രം, ആ ക്ഷേത്രമൊക്കെ അവിടെ ഉണ്ട്. അത് കാണിച്ചു തന്നു. ധാരാളം മലയാളികളുണ്ടെന്ന് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് അറിയാം. ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ വന്നിട്ടില്ല, നോർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അവരുടെ കൂടെയൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇവർ വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ബസ് ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ 10-10:30 മണിയായി. ഇനി ഞാൻ ഹോസ്റ്റിൻ്റെ വീട്ടിലോട്ട് പോവാണ്.
मिलेगा कभी। केरला कैसा है? केरला में 2 से 3 बार गया हूँ और बहुत ही सुंदर है। लाइक मैं जब भी जाता हूँ तो ऐसा मन करता है कि वहीं रुकूं। लाइक मेरा सबसे फेवरेट मुन्नार है, मुन्नार, और एक सनराइज पॉइंट है जो अभी आपने बताया, कोलकुमला। कोलकुमला। वो मेरे को नाम भाई पता नहीं क्यों मेरे दिमाग से निकल जाता है, वो मेरा जब प्रोनाउंस करता हूँ मैं अच्छे से हो नहीं पाता है। कोलकुलमा लाइक वो आपको किधर ही पसंद है? नहीं, आप केरला आया? मैं तो इंडिया ही नहीं घूमा तो मेरे को पता ही नहीं, मैं सिर्फ कोलकाता के बाहर गया ही नहीं। पहले इंडिया घूम लो। सीधा बाहर, सीधा बाहर। आप क्यों थाईलैंड क्यों गया? मसाज करने के लिए गया है ना? ऐसा कुछ नहीं, ऐसा कुछ नहीं। आप मसाज करने के लिए गए हैं? नहीं नहीं नहीं, ऐसा कुछ नहीं इसकी है। शक्ल पे देखो भाई, इसकी मासूमियत है। ऐसा कुछ बात नहीं है। मैं भी वही ट्रिप कर रहा हूँ, इंडिया से लेकर अंटार्कटिका। मेरा यही मकसद है कि इंडिया से लेकर अंटार्कटिका जाऊँ। अगर सपोर्ट वगैरह मिलेगा और अगर रेवेन्यू भी मिलेगा तो भाई सपोर्ट का मतलब है भाई अगर कोई लड़की साथ में मिली तो अंटार्कटिका तक अकेला जा सकता है ये बंदा। अगर लड़की भी मिलेगी तो जा सकता है। അവര് രണ്ടുപേരും ആട്ടി കളിക്കുകയാണ് കേട്ടോ. രണ്ടും ഇപ്പൊ എന്തോ 10-20 ദിവസമായിട്ട് പരിചയപ്പെട്ടാണ്. 10-15 ദിവസമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി എന്താ പറയാ ഇങ്ങനെ ആക്കി കളിക്കുകയാണ് കേട്ടോ. താറ്റി കളിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അങ്ങോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ ഉള്ള പ്ലാൻ. ഞാനങ്ങനെ വീട്ടിൽ വന്നു. ഞാൻ ഗ്രാബ് ടാക്സി വിളിച്ചിട്ട് വീട്ടിൽ വന്നു. ഹലോ. Yeah, hi. ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ മകനാണ് കേട്ടോ. ബ്രോ, വാട്ട്സ് യുവർ നെയിം? My name is May. ഇതാണ് മെയിൻ. അവൻ എൻ്റെ മാലിയിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി ആക്ച്വലി ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് എൻ്റെ യാത്രയെ കണ്ടിട്ട്. എന്നിട്ട് മോൻ്റെ അടുത്ത് പറയാം, കണ്ടില്ല അവൻ ഈ വയസ്സിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നിനക്ക് 22 വയസ്സാണ്, അതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. നൈസ് ടു മീറ്റ് യു ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ് മീ. താങ്ക് യു. ആൻഡ് No problem. ഓക്കെ. come on. Yeah, come on. That's right. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അങ്ങോട്ട് എവിടെ പോയി. എനിക്ക് നാളെ ഒരു ജേണി ഉണ്ട്, അതിനുവേണ്ടി എനിക്ക് ഇതാണ്ട് ഒരു കേക്കൊക്കെ ഗിഫ്റ്റായിട്ട് തന്നു കേട്ടോ, എനിക്ക് നാളെ കൊണ്ടുപോകാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് പറയാണ് ഡേർട്ടി എന്ന്. It's so You can go, Mali, you eat this. No. Never. ഇത് കണ്ടിട്ട് അവരെന്തോ പോലെ കേട്ടോ. This food cooking. അങ്ങനെ അവസാനം ഇന്നലെ പോയി ഞാൻ കിടന്നു. രാവിലെ ആയപ്പോൾ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ ജോലി ഓരോ ഭാഗങ്ങളിലോട്ടൊക്കെ ആയിട്ട് പോയിട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകണം. ഇന്ന് ലേറ്റ് ആയിട്ടോ, കാരണം ഇന്നലത്തെ വിയറ്റ്നാമിലോട്ട് വന്നപ്പോഴൊന്നും നല്ലൊരു ഫ്ലൈറ്റ് ഇറങ്ങിയില്ല. ഇന്ന് രാവിലെ ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ എമ്മിക്കുട്ടിയെ മിസ് ചെയ്ത് പാവം. കാരണം എന്തായിരുന്നു, ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി എനിക്ക് ക്യാപ്പ് എൻ്റെത് പോയി കേട്ടോ. അപ്പോൾ ക്യാപ്പ് പോയപ്പോൾ എന്ത് ചെയ്തെന്നാൽ പെട്ടെന്ന് ഞാൻ ക്യാപ്പ് തപ്പി മാളിൽ നടന്നപ്പോൾ ഒരു ബ്രാൻഡ്, ഏത് ബ്രാൻഡാണ് എന്തോ കേട്ടോ, നല്ല ഒരു ഹൈ ക്വാളിറ്റി ബ്രാൻഡാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ബ്രാൻഡ്. ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല വില കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല. അത് വിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാപ്പായിരുന്നു. പിന്നെ വൈകിട്ടല്ല ഇന്നലെ രാവിലെ, അതായത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ എൻ്റെ ബാഗ് തുറന്ന് നോക്കിയപ്പം ആ ക്യാപ്പ് എൻ്റെ ബാഗ് കിടക്കുന്നു. ഇതെന്തെന്നോ, എമ്മിക്കുട്ടി എൻ്റെ അടുത്ത് മൂത്രമൊഴിക്കാൻ വാഷ്റൂമിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അവർ ഹൈ ബഡ്ജറ്റ് ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ നല്ല ടയർഡായിരുന്നു. എന്നെ അവിടെ ഇരുത്തിയിട്ട് മൂത്രമൊഴിക്കാൻ അവർ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയിട്ട് ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് എൻ്റെ ബാഗിൻ്റെ അടുത്ത് ഒളിപ്പിച്ചിട്ടു. സത്യം പറയാലോ, പാവം കേട്ടോ. എനിക്ക് ഭയങ്കര ഇന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഇതായിട്ടോ. കാരണം അവൾക്ക് വരാനും പറ്റിയില്ല, വിയറ്റ്നാമിൽ ഇത്ര ആഗ്രഹിച്ച് വരാനും പറ്റിയില്ല. ഒരു ദിവസം ഞാൻ പോകും കേട്ടോ. ഒരു ദിവസം ഞാൻ ചൈനയിൽ പോയിട്ട് എമ്മിക്കുട്ടിയുടെ ഫാമിലി, അമ്മ അടിപൊളിയാണ് കേട്ടോ. എമ്മിക്കുട്ടി നമ്മളൊരു ചെറിയൊരു യാത്രയിൽ പരിചയപ്പെട്ട ഒരു സൗഹൃദമാണ്, അമ്മയും മോളും. മനസ്സിലായില്ല, അമ്മയ്ക്ക് എന്ത് ഭയങ്കര രസമെന്നാ. ആദ്യം ഞാൻ ചാരത്തിയാണെന്ന് വരെ അവളെ ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം അതുപോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. ചാരനാണോ എന്ന് വരെ എമ്മിക്കുട്ടിയെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ വാട്ടെവർ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോകൾ നിർത്തുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.